8ാം ക്ലാസ്സിലെ എഞ്ചിൻ ട്രബിൾ പഠിച്ചാലോ? നമ്മുടെ കഥയുടെ നാട്ടിലേക്ക് ഒരു ഷോമാൻ എത്തുകയാണ്. അവിടെ ഒരു എന്റർടൈൻമെന്റ് പാർക്ക് പോലെ ഒരു ഗേറ്റി ലാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. പലതരം എന്റർടൈൻമെന്റ്സ് ഉള്ള അവിടേക്ക് നമ്മുടെ നെറേറ്ററും എത്തുകയാണ്. അവിടെ എത്തിയതിനു ശേഷം ഒരു ലോട്ടറി വിൻ ചെയ്യുകയും അതിന് സമ്മാനമായി ഒരു റോഡ് എഞ്ചിൻ ഗിഫ്റ്റ് കിട്ടുകയും ചെയ്യുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആ ഒരു റോഡ് എഞ്ചിൻ ഓടിക്കാൻ ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയുടെ സമ്മതം കിട്ടി ആ ഒരു സ്ഥലത്തിന് 10 രൂപ റെന്റ് കൊടുത്ത് അവിടെ ഇട്ടിരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ പോയി നെറേറ്ററിന്റെ കയ്യിൽ കാശ് ഉണ്ടാകാതാവുമ്പോൾ വൈഫിനോട് ഗോൾഡ് ചോദിക്കുകയും വൈഫ് അത് വിസമ്മതിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് അവിടെ ഷോ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ അവിടെ നിന്ന് പോവുകയാണ്. പകരം വേറെ ഷോയുടെ ആൾക്കാർ വരികയാണ്. അതുകൊണ്ട് റോഡ് എഞ്ചിൻ അവിടെ നിന്ന് മാറ്റേണ്ടി വരുന്നു. ആനയുടെയും മറ്റു കൂലിപ്പണിക്കാരുടെ സഹായത്തോടു കൂടി റോഡ് എഞ്ചിൻ തള്ളി നീക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ആനയുടെ കൺട്രോൾ വിട്ട് ഈ റോഡ് എഞ്ചിൻ ഒരാളുടെ പ്രോപ്പർട്ടിയിൽ ഇടിച്ച് കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ആനയ്ക്കും മറ്റെല്ലാവർക്കും കൂടി ആയിട്ട് ഒരുപാട് കാശ് നഷ്ടമാവുകയും ചെയ്യുന്നു. അടുത്ത ദിവസം ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ ഈ ഒരു റോഡ് എഞ്ചിൻ ആ ആളുടെ പ്രോപ്പർട്ടിയിലെ പൊട്ടക്കിണറിലേക്ക് മറിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് മുന്നേ തന്നെ നെറേറ്റർക്കെതിരെ ഈ പ്രോപ്പർട്ടി ഓണർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭൂമികുലുക്കം കാരണം ആ ഒരു റോഡ് എഞ്ചിൻ തന്റെ പൊട്ടക്കിണറ്റിൽ വീണുകയും ആ കിണർ ക്ലോസ് ആവുകയും ചെയ്യുന്നു. അതിന് നെറേറ്ററിനോട് അയാൾ നന്ദി പറയുകയും നെറേറ്ററിന് ചിലവായ കാശ് ഓണർ കൊടുക്കാമെന്ന് പറയുന്നു. ഇത് കണ്ട് നമ്മുടെ നെറേറ്റർ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ആ ഒരു ഓണർ കുറെ നാൾ കൊണ്ട് ആ കിണർ ക്ലോസ് ചെയ്യാൻ പല വഴികൾ നോക്കിയിട്ടും അത് നടന്നില്ല. അതുകൊണ്ടാണ് ഇതോടുകൂടെ കഥ അവസാനിക്കുകയാണ്. ഇനി ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഇതിന്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. വാച്ച് ചെയ്യും.